വെൽക്കം ബാക്ക് ടു ഫുഡ് ആൻഡ് എക്സ്പ്ലോറർ. ഫുഡ് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ കൂവേരി പുഴയിലാണ്. നിങ്ങൾക്ക് കാണാം, മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പുഴേൻ്റെ ദൃശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വെള്ളം, ഇതിനേക്കാളും വെള്ളം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാം, നല്ല ഇറക്കമാണ്. ഒരു സ്ഥലത്തും വെള്ളം അങ്ങനെ കാര്യമായിട്ടില്ല. നോക്കിയാൽ കാണാൻ പറ്റും, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം. അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കക്ക ഇറച്ചി തപ്പി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഉപ്പ് വെള്ളം കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വേനൽക്കാലം ആകുമ്പോഴാണ് ഈ സാധനം കൂടുതലായിട്ട് ഇത് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ 2-3 മഴയൊക്കെ പെയ്തുകൊണ്ട് ഉപ്പൊക്കെ കുറേശ്ശെ കുറവാണ് വെള്ളത്തിന്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കുറച്ച് കുറവാണ്. ഇഷ്ടംപോലെ ദേശാടന കിളികളും പക്ഷികളൊക്കെ വരാറുണ്ട് ഇവിടെ. അപ്പോൾ ഈ സാധനം കാണുന്നില്ല, നിങ്ങളിവിടെ കാണാം. അപ്പോൾ ഇതാണ് കക്ക. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി ഇട്ടതാണ്. അതായത് ഈ പക്ഷികൾ വന്നിട്ട് ഈ സാധനം ജസ്റ്റ് ഒന്ന് കൊത്തി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് അങ്ങ് കഴിച്ചിട്ട് പോകും. അല്ലെങ്കിൽ ഈ തോട് അങ്ങനെ തന്നെ പൊടിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. അപ്പോൾ പക്ഷികൾ കുറേ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് കുറേ സാധനങ്ങൾ അവർ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ കക്കയിറച്ചി. നിങ്ങൾക്ക് ഈ സാധനം കാണാം, ഇതിപ്പം ബ്ലാക്ക് കളറിലാണ്. ഇപ്പോൾ ചില സ്ഥലത്ത് ഇത് വൈറ്റ് കളറായിട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ ഈ കടലിനോട് അടുപ്പിച്ചുള്ള പ്രദേശങ്ങൾ, അവിടെയുള്ള പുഴകളിലൊക്കെ ആണെങ്കിൽ ഇളമ്പക്കാന്നാണ് ഇതിൻ്റെ പേര്. അപ്പം വൈറ്റ് കളറിലാണ് അവിടെയൊക്കെ ഉണ്ടാവാറ്. ഇതിപ്പം നമ്മളെ മലയോര മേഖലയാണ്. അപ്പോൾ ഇവിടെ നേരെ പാറക്കെട്ടുകളും, അതായത് പുഴ ഉത്ഭവിച്ച് കുറച്ച് എത്തിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത്ര പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അപ്പോൾ ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനെ കൊണ്ടുള്ളൊരു കിടിലൻ ഡിഷാണ്. നമ്മൾ കള്ള് ഷാപ്പിലും അതേപോലെയുള്ള എന്താ പറയുക നാടൻ ഭക്ഷണശാലകളൊക്കെ ഇത് ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് കൊടുക്കാറുണ്ട്. ഇതങ്ങനെ എല്ലാ സീസണിലൊന്നും ഇങ്ങനത്തെ പുഴകളിൽ കിട്ടാറില്ല. ബാക്കിയെല്ലാം എവിടേക്കും ഉപ്പുവെള്ളം ഉള്ളിടത്ത് ഓൾമോസ്റ്റ് ഓൾ ടൈം ഉണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ ഈ സാധനം നമുക്കങ്ങനെ പെട്ടെന്ന് കണ്ടു കിട്ടൂല. അപ്പോൾ ഇത് മണ്ണിൻ്റെ അടിയിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഒന്നിക്കൽ നിങ്ങളിതേപോലെ കാലിനെ കൊണ്ട് ഇങ്ങനെ മണ്ണിതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതായി കിട്ടുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു മാന്തി പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നീക്കം ചെയ്ത് നോക്കിയാൽ സാധനം ഉണ്ടാകുമെന്ന് കാണാം. അപ്പോൾ കലങ്ങിയിട്ടുണ്ട് വെള്ളം, അതൊന്ന് മാറി കിട്ടണം. അപ്പോൾ വെള്ളം ഏകദേശം കലക്ക് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വളരെ ചെറിയ സാധനങ്ങൾ മാത്രമാണ് ഉള്ളത്. 1, 2, 3 ഇത്രയും ചെറിയ സാധനമാണ് ഇവിടുന്ന് കിട്ടിയത്. ഇതിൻ്റെ വലിയ ടൈപ്പ് നല്ല എന്താ പറയുക ഒരു കൈൻ്റെ വലിപ്പമുള്ള സാധനമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് അപൂർവ്വം ഉണ്ടാവാറുള്ളൂ. നോർമലി ഈ ഒരു ഫിംഗർ ടൈപ്പ് ആ ഒരു വലിപ്പത്തിലാണ് ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി ഒന്ന് തപ്പി നോക്കാം ഉണ്ടാവുമോ. കൊണ്ട് ആക്ഷനാക്കി വിട്ടു നോക്കാം എവിടെയൊക്കെ ഉണ്ടാവും നോക്കാം. ഇവിടെ അത്യാവശ്യം നല്ലോണം കാണുന്നുണ്ടെന്ന് തോന്നുന്നു. 1 കിട്ടി, 2 കിട്ടി, 4. ഇവിടെ അത്യാവശ്യം കുറച്ച് വലിയ ടൈപ്പ് സാധനമുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇതാണ് നോർമലി സാധാരണ ഇവിടെ ഉണ്ടാവാറ്. പക്ഷേ ഇതിനേക്കാളും വലിപ്പമുള്ള ഈ ഒരു വലിപ്പത്തിലൊക്കെ ഉള്ളത് ഇവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് കിട്ടണതിൽ വലിയ പണിയാണ്. അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ബാക്കിയാവാറില്ല. മെയിനായിട്ട് ഈ പക്ഷികളൊക്കെ കൊത്തി പൊട്ടിച്ച് തിന്നാറുണ്ട് ഈ സാധനം. നമുക്ക് ആവശ്യത്തിനുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്തിട്ട് ബാക്കി പരിപാടികളാക്കും. അപ്പോൾ കുറച്ച് നമുക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അവിടെ ഞാൻ ഒരു പാക്കറ്റിൽ പൊറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെടുത്തിട്ട് പോവാം. ചെറുതായിട്ടൊന്ന് വീണ് പോയ കോലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ മൊത്തം പാറക്കെട്ടുകളാണ്. അപ്പം വെള്ളത്തിൻ്റെ അടിയിലുള്ള പാറകൾക്ക് നല്ല വഴുക്കുണ്ടാവും. അപ്പോൾ ഇതിലൂടെ നടക്കുന്നവർ തീർച്ചയായും സൂക്ഷിച്ചും കണ്ടിട്ട് നടക്കണം. ഇല്ലെങ്കിൽ ഇതേപോലെ വഴുക്കി സൈഡായി വീട് ഇറങ്ങും. അതാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം മൊത്തം നനഞ്ഞു. ഇനിയിപ്പം കുളിച്ചിട്ട് കയറാം. അപ്പോൾ നമ്മൾ നേരത്തെ കുറുക്കിക്കൊണ്ടുവന്ന കക്ക അത് നല്ലപോലെ കഴുകിയിട്ട് പിന്നെ ഇതേപോലെ നല്ല അടുപ്പിൽ ചട്ടിയോ അല്ലെ വേറെ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് നല്ലപോലെ ഇത് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തോടൊക്കെ ഓപ്പണായിട്ട് അതിൻ്റെ ഫ്ലഷ് ഇങ്ങനെ പുറത്തേക്കായിട്ട് കാണിക്കും. അത്ര വരെ ഇത് പുഴുങ്ങണം. പിന്നെ നല്ല തീ വേണം, നല്ല ചൂടിൽ മാത്രമേ ഇതിങ്ങനെ വേവുള്ളൂ. അപ്പോൾ നല്ലോണം ചിരട്ടിയോ അതേപോലെ വിറകൊക്കെ വെച്ചിട്ട് നല്ലോണം ഹീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് പെട്ടെന്ന് ഓപ്പണായിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് ഓപ്പൺ ആവില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമ്മളൊരു തട്ടൂണ് കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ഇത് വേവുന്ന സമയത്ത് ഇതിനുള്ളിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ പതച്ചിട്ട് ഇത് ഈ സൈഡിലേക്ക് ഇടയില്ല, ഈ ഒരു സൈഡിലേക്ക് ഇടയിൽ ഇങ്ങനെ പുറത്തേക്ക് വരും. ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഈ ചട്ടി ഒന്നെടുത്ത് ഷെയ്ക്ക് ചെയ്താലും മതി. എന്നിട്ട് അതേപോലെ അടച്ച് കുറച്ച് നേരം കൂടി വെച്ച് വേവിക്കാം. അപ്പോൾ
അപ്പോൾ നമ്മളിതൊരു 3-4 വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. തോട്ടിൽ നിന്നൊക്കെ പിന്നെ അത് വിട്ടടിപ്പിച്ചിട്ട് 3-4 വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുക്കണം. കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് മണ്ണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഇപ്പോൾ ഇത്ര പോരേ ഉള്ളൂ. കാരണം നേരത്തെ നമുക്ക് തോടോടുകൂടി കുറേ ഉണ്ടാവും, പക്ഷേ തോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയേ ഉണ്ടാവുള്ളൂ അത്. അപ്പോൾ വലിയ വലിയ കക്കിയിറച്ചി ആണെങ്കിലും അതിൻ്റെ അകത്ത് ഇതേപോലെ ചിലപ്പോൾ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൈനെ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റിമൂവ് ചെയ്ത് കളയാം. അതാണ് അതിൻ്റെ മെത്തേഡ്. വലുതിലേ ഉണ്ടാവുള്ളൂ, ചെറുതിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പം വലുത് മാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് മാത്രമേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ കുറവാണ്, കാരണം ഇത്രേ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കക്കിയിറച്ചി റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് അടിപൊളി ടേസ്റ്റാണ്, കിടിലൻ ഡിഷാണ്. നമ്മളെ കള്ള് ഷാപ്പിലൊക്കെ സാധനം നല്ലപോലെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ മലബാർ ഏരിയസിൽ പ്രത്യേകിച്ച്, പിന്നെ ആലപ്പുഴ ഭാഗത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ കക്ക വരാൻ പോയത് ഏകദേശം രാവിലെ ഒരു 8:30-9 മണി ടൈമിലായിരുന്നു. അന്നേരം പുഴയിലൊട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സമയം 1 മണി 1:30 ആയി. അപ്പോൾ പുഴയിലെ വെള്ളമാണ് നിങ്ങൾ കാണുന്നത്. ഏറ്റവും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം വൈകുന്നേരം വരെ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഉണ്ടാവുക. വെള്ളം കയറിക്കൊണ്ടിരിക്കും, അതിനുശേഷം വെള്ളം പിന്നെ ഇറങ്ങും. അപ്പോൾ ഒരു രാത്രി ആകുമ്പോഴേക്ക് രാവിലെ കണ്ട സെയിം അവസ്ഥ തന്നെ ആയിരിക്കും ഈ പുഴയിൽ ഉണ്ടാവുക. വെള്ളം കുറവുള്ള സമയത്ത് മാത്രമേ നമുക്ക് കാര്യമായിട്ട് ഇറങ്ങിയിട്ട് കക്ക തപ്പാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ കാണുള്ളൂ. ഇപ്പം നല്ലോണം ആഴമുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ മുങ്ങിയിട്ടൊക്കെ തപ്പേണ്ടി വരും. അത് നല്ലോണം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കണ്ടുപിടിക്കണേൽ കുറേ സമയം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ രാവിലെ പോയിട്ട് വാരിയത്. അപ്പോൾ കക്കിയിറച്ചി റോസ്റ്റ് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. തീർച്ചയായും നിങ്ങളെല്ലാവർക്കും ഈ സാധനം അവൈലബിൾ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ തന്നെ. അതങ്ങനെ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു സാധനമാണ്, എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കിട്ടുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കുക. അടിപൊളിയാണ്, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ഇനിയും ചെയ്യണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെ ലഭ്യമാണെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.